ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു വീഡിയോയും കാണുന്ന ഒരു സെക്കൻഡെങ്കിലും നമുക്കൊരു കണ്ണുനീരെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് വരും, അങ്ങനെയുള്ളൊരു വീഡിയോയാണ് കേട്ടോ. ഇപ്പോൾ സൈന സൗത്ത് പ്ലസ് ചാനലിൽ നമ്മുടെ കൃഷ്ണപ്രിയയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏകദേശം പേര് അത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താ സാധാരണക്കാർ കൂലിപ്പണിക്കാരനായ ഒരു അച്ഛൻ്റെ മകൾ, അവളുടെ വിജയമാണ് ആ ഇൻ്റർവ്യൂ മുഴുവൻ എന്ന് പറയുന്നത്. അപ്പോൾ അവൾ കടന്നു വന്ന വഴികൾ, അവൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ഇതൊക്കെ ആ ഇൻ്റർവ്യൂ കേട്ടപ്പോൾ ഒരു സെക്കൻഡത്തേക്ക് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് സത്യം പറഞ്ഞാൽ പോയി കേട്ടോ. ഓരോ ബുദ്ധിമുട്ടുകൾ, എന്നും ബുദ്ധിമുട്ട്, നമുക്ക് ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ മറ്റൊരു സാധനം നമ്മൾ സാക്രിഫൈസ് ചെയ്യണം, വേണ്ട എന്ന് വയ്ക്കണം. അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പറയാം. അപ്പോൾ നമ്മുടെ സൈന സൗത്ത് പ്ലസ്സിൽ കൃഷ്ണപ്രിയയുടെ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാം കേട്ടോ. കണ്ടതിന് ശേഷം ആ കുട്ടി അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ വീഡിയോയിൽ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് പോവാം. ഇങ്ങനെയൊന്നും ഇത്ര ആവുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല. എന്തിനാ ഞാൻ അച്ഛനെ ഇത്രയും കഷ്ടപ്പെടുത്തണം. കൊറോണ വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മക്ക് തളർന്നു പോയി. അപ്പം എൻ്റെ അച്ഛൻ മാത്രമേ വീട്ടിൽ നിന്ന് പണിക്കോളൂ. ആഴ്ച 7,000 രൂപ കട ഉണ്ടായ ടൈമിൽ ആ ടൈമിലാണ് ഞാൻ അച്ഛനോട് ഇത് പറഞ്ഞത്. പക്ഷെ അന്ന് കാശില്ലെങ്കിലും അച്ഛൻ എനിക്ക് പൈസ ഒപ്പിച്ച് തരാറുണ്ടായി. കൂട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഡ്രസ്സ് കൊള്ളാം, പക്ഷെ അത് എനിക്ക് ചേരാനുള്ള, എനിക്ക് അർഹതപ്പെട്ടതല്ല, അങ്ങനെ ഒരു പറയാറ്. ഈ ഡ്രസ്സിനെ വേറെ ആർക്കെങ്കിലും കൊണ്ട് ഇടിച്ചത് ബോഡി ഷേമിങ് മൊത്തം, വണ്ണമില്ല, സ്കിൻ കളറ്, മുഖം കാണാൻ കൊള്ളത്തില്ല. എല്ലാവരും ഒന്നിച്ച് ചോദിക്കണത് ബ്ലൗസ് തയ്ക്കാൻ അറിയാം, അതാണ് എല്ലാവരും ചോദ്യം. പിന്നെ അത് +2 തോറ്റായിരുന്നു, അതാണ് ഇതിന് പോണത്. ആ ടൈമിന് ഇത് ഭയങ്കര പുച്ഛായിരുന്നു. ഫാഷൻ ഡിസൈൻ ഫാഷൻ ഡിസൈൻ തന്നെ പഠിക്കും. അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, എക്സാം എഴുതിച്ചില്ല. എക്സാം എഴുതിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ മിസ് എഴുതിക്കൂല എന്ന് പറഞ്ഞു. ആ മിസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്ന മറ്റേ എക്സാം ഫീസും എല്ലാം വാങ്ങി. അന്ന് എനിക്ക് കാശില്ലാത്ത ടൈമാണ്. അച്ഛൻ എന്തോ 1000 എത്ര ആയിരുന്നു തോന്നുന്നു, അത് എവിടുന്ന് ഒപ്പിച്ച് എനിക്ക് തന്നിട്ട് ഞാൻ കൊണ്ട് കൊടുത്തു. എന്നിട്ട് എന്നെ കൊണ്ട് എഴുതിച്ചില്ല. ആളുകള് പറ്റിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടോ? കുറെ ഉണ്ടായിട്ടുണ്ട്. 10-20,000 രൂപയോളം കയ്യിൽ നിന്ന് നഷ്ടം വന്നു. ആ ടൈമിൽ ഞാൻ പീരീഡ്സ് ആയിട്ട് 15 ദിവസം വന്നിട്ട് ബ്ലീഡിങ് ഉണ്ട്. അങ്ങനെ ഇരുന്ന് ചെയ്തിട്ട് എന്നിട്ട് ആ ചേച്ചീൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് ആ പൈസ ഇടാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം ആ ചേച്ചി പറഞ്ഞാൽ കല്യാണം 16-ാം തീയതി വന്നിട്ട് തലേന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഈ ചേച്ചി മെസ്സേജ് റിപ്ലൈ തന്നില്ല. അപ്പോൾ എനിക്ക് മേടിച്ചിട്ട് ഞാൻ ഈ ചേച്ചിയുടെ വാട്സപ്പിൽ തന്നെ ഇൻസ്റ്റ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയപ്പോൾ സേവ് ദി ഡേറ്റിന് ഫോട്ടോ ഇട്ടേക്കാം 16-ാം തീയതി. എല്ലാം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഒന്നും ഇല്ലല്ല, ഇല്ലയെന്ന് പറഞ്ഞിരുന്നാൽ ഇപ്പോഴും ഇല്ലാണ്ടായിരിക്കും. ഉള്ളത് കൊണ്ടിട്ട് ചെയ്ത് തുടങ്ങാം, എന്നാലേ എന്തെങ്കിലും ആവാൻ പറ്റത്തുള്ളൂ. അന്നൊക്കെ അച്ഛനോട് ആരും മിണ്ടത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല, അത്യാവശ്യം പൈസയുള്ള കുറച്ച് ആൾക്കാരൊന്നും മിണ്ടില്ലായിരുന്നു. ഞാൻ അന്ന് റീച്ച് ആയിക്കാണ്ട് അച്ഛൻ എൻ്റെ അടുത്ത് ഓടിയും സന്തോഷിച്ച് പറഞ്ഞ്, എടി അന്ന് ഞാൻ നോക്കി ചിരിച്ചവർ പോലും എന്നോട് മിണ്ടിയിട്ടുണ്ടായില്ല, അങ്ങനെയുള്ളവർ വരെ വണ്ടി നിർത്തി ഇറങ്ങി എൻ്റെ അടുത്ത് ഓടി വന്ന് സംസാരിച്ച് എന്നൊക്കെ വന്നിട്ട് അച്ഛൻ പറഞ്ഞേ. നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ വീട്ടുകാരത് മനസ്സിലാക്കിയേ ചെയ്തുകൊണ്ട് അല്ലേ, അതുകൊണ്ട് വിഷമിക്കുന്നു വേണ്ട. ഇന്ന് കൃഷ്ണപ്രിയ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. സത്യം പറഞ്ഞാൽ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയി കേട്ടോ. എന്താ പറയുക, ഞാനും ഒരു സാധാരണക്കാരിയായിട്ടുള്ള, സാധാരണ എന്ന് പറയാൻ പറ്റത്തില്ല, പുറമേ കാണുമ്പോൾ നമുക്കെല്ലാം ഉള്ളതുപോലെയാണ്. പക്ഷേ ഉള്ളിൽ ഞങ്ങൾക്കൊന്നും സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. ഒന്ന് വാങ്ങിച്ചാൽ നമുക്ക് ഒന്ന് ഒഴിവാക്കേണ്ടി വരും, ഒന്ന് വാങ്ങിച്ചാൽ മറ്റൊന്ന് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിലൂടെ കടന്നു പോയ ആളാണ് ഞാനും. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നായിരുന്നു. അപ്പം ഞാനും അങ്ങനെ ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ട് ഒന്നും ചോദിക്കാറില്ല. ബ്രദറും ചോദിക്കാറില്ല. ഒരു ഉത്സവത്തിന് പോയാലും ഞങ്ങൾ അങ്ങനെയാണ്, ഒന്നും ചോദിക്കാറില്ല, വെറുതെ പോവും, കാണും, വരും, അത്രേ ഉള്ളൂ. കാരണം അവരുടെ കയ്യിൽ ഇല്ല എന്ന് നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് നമ്മൾ ചോദിക്കാറില്ല. അപ്പോൾ ഇതിൽ കൃഷ്ണപ്രിയ ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എനിക്ക് പറയണം, അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ കുറച്ച് റീച്ചായപ്പോൾ അച്ഛനെ തേടി ആളുകൾ വരുവാണെന്ന്. അപ്പോൾ മുമ്പ് കുറച്ച് പൈസയൊക്കെ ഉള്ളവർ അച്ഛനെ കാണുമ്പോൾ ചിരിച്ചാൽ പോലും തിരിഞ്ഞു പോവും. പക്ഷേ ഇപ്പോൾ റീച്ചായതിന് ശേഷം ആളുകൾ വണ്ടി നിർത്തി വന്ന് ഇങ്ങോട്ട് സംസാരിക്കുന്നുവെന്ന്. അപ്പോൾ അത് ആ മകളിലൂടെ ആ അച്ഛൻ നേടിയെടുത്തൊരു വിജയമാണ്. പിന്നെ ഒരു കാര്യം പറയുന്നു, അച്ഛനോട് ആദ്യം ചെന്ന് പറഞ്ഞപ്പോൾ കോവിഡിൻ്റെ ടൈമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അച്ഛൻ മാത്രമേ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പോൾ അച്ഛനോട് ചെന്ന് പറഞ്ഞു ഇങ്ങനെ തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ക്യാഷ് ആവും. അപ്പോൾ എന്ത് ചെയ്തു, അച്ഛൻ പറഞ്ഞു ഒറ്റയടിക്ക് എനിക്ക് തരാൻ പറ്റത്തില്ല,
കുറച്ചായിട്ട് തരാം. അങ്ങനെ ഓരോ ആഴ്ചയും 500 രൂപ കൊടുക്കും. അത് കൊണ്ടുപോയി മെറ്റീരിയൽ എടുക്കും. അങ്ങനെ ചേർത്ത് വെച്ചാണ് കൃഷ്ണപ്രിയ ആദ്യമായിട്ടൊരു ഗൗൺ സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കൂ, എന്തുമാത്രം ആ അച്ഛൻ്റെ കഷ്ടപ്പാട്. വീട്ടു ചെലവിന് കൊണ്ടുവരുന്ന പൈസയിൽ നിന്നും മകളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് അതും ആഴ്ചയിൽ 500 രൂപ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് എന്താ ആ അച്ഛൻ്റെ ഒരു ഡെഡിക്കേഷനും കൂടെയാണ് മകളുടെ വിജയം. പിന്നെ പറയുന്നുണ്ടായിരുന്നു ബോഡി ഷേമിങ്. ഈ ഡ്രസ്സുകളൊക്കെ തച്ചിടുമ്പോഴത്തേക്കും സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഫ്രണ്ട്സ് പറയാറുണ്ട് അത്രേ, ഇത് നിനക്ക് ചേരുന്നതല്ല, ഇതൊക്കെ വേറെ ആർക്കെങ്കിലും ചേരുന്നതാണ്. കാരണം ആ കുട്ടി മെലിഞ്ഞിട്ടാണ്, അതുപോലെ തന്നെ ശരീരത്തിന് അതായത് സ്കിന്നിൻ്റെ കളർ വേറെയാണ്, ഇതൊന്നും നിനക്ക് ചേരില്ല, ഇതൊക്കെ നല്ല വലിയ പണക്കാരുടെ വീട്ടിലെ കുട്ടികൾക്ക് ചേരുന്നതാണെന്നാണ് ഫ്രണ്ട്സ് പറഞ്ഞത്. ഈ ഫ്രണ്ട്സൊക്കെ ഇങ്ങനത്തെ മെൻറ്റാലിറ്റി ഉള്ള കുട്ടികൾ ഇപ്പോഴും ഉണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഒരിക്കൽ പോലും ഞാൻ അടിവെക്കോ പിണങ്ങുകയോ ചെയ്തിട്ടില്ല എൻ്റെ ഇത്ര വർഷത്തിൻ്റെ ഇടയിൽ. അപ്പോൾ എങ്ങനെ ഒരാളെ നമുക്കിങ്ങനെ പറഞ്ഞ് വേദനിപ്പിക്കാൻ പറ്റും? ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ ഒരു കാര്യം കുട്ടി എടുത്ത് പറയുന്നുണ്ട്, ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയ സമയത്ത് അവിടുത്തെ ഇല്ലാത്ത പൈസ അച്ഛൻ കഷ്ടപ്പെട്ട് ഇല്ലാതിരുന്ന സമയത്തും എക്സാം എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ആ അച്ഛൻ എവിടെ നിന്നോ വാങ്ങിക്കൊണ്ടു വന്ന് കൊടുത്ത പൈസ കൊണ്ട് അടച്ചിട്ട് പോലും ആ കുട്ടിയെ കൊണ്ട് എക്സാം എഴുതിച്ചില്ല എന്ന്. അപ്പോൾ എന്ത് അധ്യാപികയാണ് അവർ? അധ്യാപിക എന്ന് പറയുന്നത് ഇതാണോ? പരീക്ഷയ്ക്ക് പൈസ അടച്ചൊരു കുട്ടിക്ക് എന്തുകൊണ്ട് അവർ എക്സാം എഴുതിച്ചില്ല എന്നുള്ളത് അത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതിന് ഈ ഇൻ്റർവ്യൂ റീച്ച് ആകുന്നതോടെ അതിനവർ ആ അധ്യാപിക ഉത്തരം പറയേണ്ടി വരും, അത് ഉറപ്പാണ്. പിന്നെ എന്നിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ അച്ഛൻ എന്ന് പറയുമ്പോഴാണ് ആ കുട്ടി കൂടുതൽ ഇമോഷണൽ ആവുന്നത്. അപ്പോൾ വേറൊരു കാര്യം അവസാനം പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്കൊന്നും ഉണ്ടായിട്ടല്ല, ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എപ്പോഴും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റൂ. നമ്മുടെ കയ്യിലുള്ളത് വെച്ച് തുടങ്ങുക, ബാക്കി പിന്നാലെ വന്നോളൂ. അപ്പോൾ ഈ ഒരു വാക്കാണ് ആ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികൾ കൃഷ്ണപ്രിയയിലൂടെയാണ് പഠിക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം ആ കുട്ടി എടുത്ത് പറയുന്നു, ഈ ഡ്രസ്സ് കണ്ട് ഓരോ സാധനം ഓർഡർ ചെയ്തിട്ട് ക്യാഷ് ഉണ്ടായിട്ടും കൊടുക്കാതെ പറ്റിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ കുട്ടി അത്രയും കഷ്ടപ്പെട്ടിരുന്ന് തയ്ച്ചിട്ട് അതിന് കാരണം ഈ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ചിങ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് യൂട്രസിൽ പ്രോബ്ലങ്ങൾ ഉണ്ടാവാറുണ്ട്, മുഴകൾ അതുപോലെയുള്ള കാര്യങ്ങൾ റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ തയ്ച്ച് കൊടുത്തിട്ട് അവർ പറഞ്ഞു 15-ാം തീയതി കല്യാണമാണ്, അല്ല 16-ാം തീയതിയാണ്, 15-ാം തീയതി ഈ തലേ ദിവസം തന്നേക്കുക, ഇത്രയും ദിവസം കൊടുക്കാത്ത ആൾ. എന്നിട്ട് അന്നേ ദിവസം ആ വാക്ക് വിശ്വസിച്ച് ആ കുട്ടി മെസ്സേജ് ഇട്ടപ്പോൾ അതിന് റിപ്ലൈ ഇല്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് തയ്ച്ച കുട്ടിക്ക് 15 ദിവസമാണ് പീരീഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും ഡെഡിക്കേഷനോട് ഇരുന്ന് ചെയ്തിട്ട് അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ വിചാരം ഈ സാധാരണ വീട്ടിലിരുന്ന് തയ്ക്കുന്നത് കൊണ്ട് അതിന് ഇത്രയൊക്കെ വിലയുള്ളൂ എന്നാണ് വിചാരം. അതൊരു ബുട്ടീക്കിൽ ചെന്ന് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിക്കും. എന്തുകൊണ്ട് അവൾ ആ കഷ്ടപ്പെട്ട ഒറ്റമുറിയിൽ ഇരുന്ന് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ ഇല്ലാഞ്ഞിട്ടാണോ ഈ സാധനം മേടിച്ചിട്ട് പറ്റിച്ചിട്ട് പോകുന്നത്? ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നവരോടൊന്നും ചെയ്യരുത്. നിങ്ങളൊരു ബുട്ടീക്കിൽ പോയിട്ട് നിങ്ങൾ ക്യാഷ് കൊടുക്കാതെ ആ സാധനം കിട്ടുമോ? അപ്പോൾ ആ കുട്ടി അത്രയും വിശ്വസിച്ച് നിങ്ങൾക്ക് അയച്ചതാണ്, നിങ്ങൾ എന്താണ് ചെയ്തത്? അപ്പോൾ ഇങ്ങനെ എവിടെ എന്തിലും പറ്റിക്കാമെന്ന് നോക്കി നടക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ എനിക്ക് കൃഷ്ണപ്രിയയുടെ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ കുഞ്ഞുകാലത്ത് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു. ഞാൻ സാധാരണ വീട്ടിലുള്ള ഒരു വീടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവർക്കും അവർക്ക് എല്ലാം ഉണ്ട്, പിന്നെ ഇത്തിരി തടിച്ചിട്ടാണ്, നല്ല ഫുഡൊക്കെ അല്ലേ കഴിക്കുന്നത്, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ എന്ത് സ്ട്രഗിൾ ഉണ്ടായിരുന്നാലും നമ്മൾ എപ്പോഴും പുറത്ത് ചിരിച്ചിട്ടേ നടക്കാറുള്ളൂ. അപ്പോൾ വിചാരിക്കും ഇവർ ഹാപ്പിയാണ്, ഇവരുടെ ലൈഫ് ഹാപ്പിയാണ്, ഞങ്ങൾ അങ്ങനെ ആരോടും ഒന്നും പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് ഹാപ്പിയാണെന്നാണ് എല്ലാവരുടെയും വിചാരം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ കരഞ്ഞു വിളിച്ച് ആരെയും നമുക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഒരുപാട് ഞാനും ആ കുഞ്ഞിലേ കടന്നു പോയ ആ വഴിയിലൂടെയൊക്കെ ഓർമ്മകൾ ഇങ്ങനെ പോയി കൃഷ്ണപ്രിയയുടെ വീഡിയോ കണ്ടപ്പോൾ. അപ്പോൾ ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് കൃഷ്ണപ്രിയയുടെ വീഡിയോ കണ്ടപ്പം നിങ്ങൾക്ക് എന്താണ് ഓർമ്മ? നിങ്ങളുടെ ലൈഫിലെ സാധാരണക്കാർക്ക് എന്തായിരുന്നാലും ഇതുപോലത്തെ എല്ലാ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് എന്തെങ്കിലും ലൈഫിൽ അങ്ങനെ ഒരു അനുഭവങ്ങളുണ്ടോ, ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.